എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത് പാസ്തയാണ്. അപ്പോൾ നമുക്ക് ചിക്കനും കൊണ്ട് ഒരു പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഞാനിവിടെ അതിനായിട്ട് മക്രോണി എടുത്തിട്ടുണ്ട്. ഇത് പല ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു ഈ ഷേപ്പിലുള്ള മക്രോണിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 200 ഗ്രാം ഉണ്ട്. പിന്നെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എനിക്ക് 100 ഗ്രാം കാണുമായിരിക്കും. പിന്നെ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്ന ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി വെച്ചാണ് എടുത്തേക്കുന്നത്. അത് എല്ലാ കളറും 3 കളറായിട്ട് എടുത്തേക്കുന്നത്. ഗ്രീനും റെഡും യെല്ലോയും ഉണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് 2 സവോള ഇവിടെ വലുതാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം അതുപോലെ തന്നെ ഈ മുഴുപ്പിൽ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം. പിന്നെ ഒരു വെളുത്തുള്ളിയാണ്, ഇത് വലുതാണ് കേട്ടോ. വലിയൊരു വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ടൊമാറ്റോ സോസാണ്. ഇത് സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ വേണം, കുരുമുളക് പൊടി വേണം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇത് നമുക്കിനി ചിക്കൻ തിരുമ്മി വെക്കണം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ചിക്കൻ തിരുമ്മി വെക്കാം. പിന്നെ വേണ്ടത് ഒരു 3-4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണം. പിന്നെ സോയ സോസും വേണം കേട്ടോ. കാര്യം പറയാൻ മറന്നുപോയി, ഇത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിന് നല്ല ഉപ്പുള്ളതാണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇതും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം ഈ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിന് ഭയങ്കര ഉപ്പാണ്. അപ്പോൾ നമുക്കിതിനൊന്നിനും നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കണ്ട. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിരുമ്മി വെക്കാം. ഇത് ഒന്ന് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് തിരുമ്മിയിട്ട് നമുക്കങ്ങ് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പിന്നെ പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റൗ ഓൺ ചെയ്യാം. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്കധികം ചൂടാകുന്നതിനൊപ്പം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഇത് മാഗിയുടെ ഇതുള്ളതുകൊണ്ട് ഈ വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മാത്രം പിന്നെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മക്രോണി വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മക്രോണി ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം അധികം വെക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇത് കട്ട പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ കുറച്ച് മതി, 1 ടേബിൾ സ്പൂണ്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമുക്ക് ഇതെടുത്ത് ഇവിടെ ഞാൻ പ്ലെയിൻ വാട്ടർ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പശവശപ്പും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്കിതും ഓഫ് ചെയ്യാം. പിന്നെ തണുത്ത വെള്ളത്തിൽ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഈ മക്രോണി ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ചിക്കൻ ഒന്ന് ജസ്റ്റ് തണുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. വെള്ളത്തിൽ നിന്ന് ഇതിലേക്ക് ഇപ്പോൾ കണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര പശ പോലെ ഒരു ഒട്ടലായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ഇതിലേക്ക് എടുത്ത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പാസ്തയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവത്തോടെ ഇടാൻ പറ്റത്തില്ലല്ലോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാനിങ്ങനെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്ത ഇതിൽ തന്നെ പാനിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ബാക്കി എന്നിട്ട് ഇടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചാൽ ഓൺ ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇട്ട് കൊടുക്കാം.
ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പീസസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ഇട്ടാലേ നമ്മുടെ പാസ്തയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇത് 2 എണ്ണം നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഉപ്പ് വേറെ ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനെല്ലാം നല്ല ഉപ്പാണ്. ഇതിന് നല്ല ഉപ്പുണ്ട്, അപ്പോൾ നമുക്ക് വേറെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഉറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഈ സവോള അരിഞ്ഞതും നമ്മുടെ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ കളറെല്ലാം പോവുക. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് 2-3 മിനിറ്റ് മതി കേട്ടോ. പിന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവായാൽ മതി. ഇനിയിപ്പോൾ ഈ ചൂടിനിരുന്ന് നന്നായിട്ട് ഇതായിക്കോളും കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എല്ലാം സൺഫ്ലവർ ഓയിലിനകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ്, കാരണം കുറച്ച് നേരം ആയില്ല, ഇത് നമ്മുടെ തണുത്ത വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് മെൽറ്റ് ആകട്ടെ കേട്ടോ. ടോട്ടലി ഞാൻ 3 എണ്ണം ഇട്ടിട്ടുണ്ട്. 3 പീസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ആവട്ടെ അത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഞാനിങ്ങനെ ഞുറുക്കി വെച്ചേക്കുന്ന നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചില്ലി സോസാണ്, ടൊമാറ്റോയുടെ ചില്ലി സോസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മക്രോണി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സോസും കൂടെ വെച്ചപ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ്. ഇനി നമുക്കിതിലേക്ക് ഈ ക്യാപ്സിക്കം ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയുടെ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു നിങ്ങളുടെ ഒരു പുളി നോക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇതിന് ഉപ്പുള്ളതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പം ക്യാപ്സിക്കവും ഒനിയനും എല്ലാം കൂടി ഞാൻ സെപ്പറേറ്റ് ആയിട്ടെടുത്ത് അതിൻ്റെ ഒരു കളറ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇച്ചിരി പുളി കുറവാണ്. ഒരു ടീസ്പൂണും കൂടെ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് ഞാൻ വേറെ ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുളക്, ചില്ലി, മറ്റേ വറ്റൽമുളകിൻ്റെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ എരിവിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ വറ്റൽമുളകൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ടാൽ മതി. പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇത് കെച്ചപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പാസ്ത, കേരള സ്റ്റൈല് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സ്റ്റൗ റെഡി ആയത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് എടുക്കാം.
നല്ല അടിപൊളി മണോ എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനത് കംപ്ലീറ്റ് ഒന്ന് ഇതിലേക്ക് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈല് ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എല്ലാം എടുത്ത് ചെയ്താൽ മതി. എരിവും പുളിയൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി. പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ അധികം എരിവൊന്നും ചേർക്കണ്ട. അപ്പം ഞാനിതൊന്ന് കഴിച്ച് കാണിക്കാം. അപ്പോൾ എരിവും പുളിയും എല്ലാം നല്ല പാകത്തിനുണ്ട്. ഉപ്പ് ഇതിനകത്ത് ചേർക്കണ്ട, കാരണം ചിക്കൻ സ്റ്റോക്കിന് നല്ല ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എല്ലാം ചെയ്ത് നോക്കണം. ഒനിയനും അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ക്യാപ്സിക്കവും ഇതെല്ലാം കൂടെ നല്ലൊരു ഫ്രഷ് ലുക്കായിട്ടിരിക്കും. അപ്പോൾ എന്തായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.